نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ولا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. من يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, ശാസ്ത്രികളെ, ശാസ്ത്രജ്ഞരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഒരൽപ്പം സമയം അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ നമ്മുടെ അടുത്ത പ്രദേശത്ത് നമ്മുടെ മണ്ഡലം പ്രോഗ്രാം കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇത്തരത്തിലുള്ള തذكിറകൾ, ഓർമ്മപ്പെടുത്തലുകൾ ഒരു റമദാൻ കഴിഞ്ഞ് മറ്റൊരു റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ട് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആയുസ് ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മുടെ മരണം അനുഭവിക്കുന്ന ആ സമയം മുതൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വിഷയങ്ങളും നല്ല കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി പടച്ചറബ് നമ്മളെയെല്ലാം. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഇരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. തല ഉയർത്തി നോക്കുമ്പോൾ ആകാശത്തിന്റെ ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുക. ഇതിനു മുമ്പ് മറ്റൊരു തവണ ആ കവാടം തുറക്കപ്പെട്ടിട്ടേയില്ല.
ഫനസല മിൻഹു മലക്കുൻ, ഒരു മലക്ക് അതിലൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് ആ മലക്ക് രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചു. നീ സന്തോഷിച്ചുകൊള്ളുക, രണ്ട് നൂറുകളുണ്ട്, ആ രണ്ട് നൂറുകളും നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ നൂറുകളുടെ പ്രത്യേകത എന്നുള്ളത് താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ആ നൂറുകൾ നൽകിയിട്ടില്ല. ഒന്നാമത്തെ നൂറ് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയാണ്. രണ്ടാമത്തെ നൂറ് വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളാണ് രണ്ടാമത്തെ നൂറ്. ഖുർആൻ മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ എത്തിച്ചു കൊടുത്ത കൂട്ടത്തിൽ സൂറത്തുൽ ഫാത്തിഹയുണ്ട്, ബഖറയുണ്ട്, ബഖറയിലെ അവസാനത്തെ ആയത്തുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എത്തിച്ചു കൊടുത്തതിന് ശേഷമാണ് ഫാത്തിഹയുടെയും ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തിന്റെയും പ്രത്യേകത അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് അതിനു വേണ്ടി മാത്രം ഒരു മലക്ക് ഇറങ്ങി വരുന്നത്. അതല്ലാതെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഈ രണ്ട് നൂറുകളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പകരം മറ്റൊരു മലക്കാണ് കൊണ്ടുവന്നത് എന്ന് സംസാരിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ആയത്തുകളും കൊണ്ടുവന്നിട്ടുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ബഖറയുണ്ട്, ഫാത്തിഹയുണ്ട്, ഈ രണ്ട് ആയത്തുകളുണ്ട്, ഒക്കെയുണ്ട്. ഒരു പ്രത്യേക ഒരു മലക്ക് ആകാശത്തിന്റെ ഒരു കവാടം തുറന്ന്, അതിനു മുമ്പ് തുറക്കപ്പെട്ടിട്ടില്ല, ശേഷവും തുറക്കപ്പെട്ടിട്ടില്ലാത്ത അവസ്ഥയിൽ ഒരു കവാടം പ്രത്യേകമായി തുറന്ന് ഒരു മലക്ക് അന്ന് വന്ന് ഈ രണ്ട് നൂറുകളുടെ മഹത്വമാണ് അറിയിക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അധ്യായം മറ്റുള്ള നബിമാർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇതുപോലെയുള്ള ആയത്ത് ഈ സൂറത്ത് ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഓതും, ഉറങ്ങാൻ കിടക്കുമ്പോ ഓതും. നമ്മൾ ഓതണം. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഓതിക്കൊടുക്കണം. മോനെ നീ ചൊല്ല്, മോളെ നീ ഇത് ചൊല്ല് എന്ന് പറഞ്ഞ് നമ്മൾ ഓതിക്കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം സൂറത്ത് ബഖറയിലെ അവസാനത്തെ ആയത്ത് നമ്മൾ ഓതിയാൽ അത് മതി എന്നുള്ളതാണ്. എല്ലാവിധ ഷർറുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സംരക്ഷണത്തിനു വേണ്ടി നമുക്ക് അത് മതി എന്നാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മാത്രമല്ല, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുവിന്റെ അർശിന്റെ അടിഭാഗത്ത് ഒരു പ്രത്യേക നിധിയുണ്ട്. പറഞ്ഞു വന്നത് സൂറത്ത് ബഖറയിലെ അവസാനത്തെ ആയത്തിന്റെ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ അത് കാരണം നമ്മുടെ സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്ന റസൂലുള്ളാഹിയെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വീകരിച്ചു ലോകത്തിന്റെ അത്യുന്നതിയിലെത്തിയ ഖൈറുന്നാസ് ഖർനിയിൽ വിശേഷിപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സംഘം വിശേഷിപ്പിക്കപ്പെട്ട അവരുടെ ഒരു നിലപാടാണ് ആ അതിന് തൊട്ടു മുമ്പുള്ള ആയത്തറിയും. എന്താണ് ആയത്ത്? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ
يحاسبكم به الله. മനസ്സിന്റെ ഉള്ളിൽ ഒരു തിന്മ നമ്മൾ വിചാരിച്ചാൽ ആ വിചാരിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹിസാബിനെ നമ്മൾ നേരിടേണ്ടി വരും. അല്ലാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്തേ കാരണമെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിറക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബിയുടെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി, കവിളുകൾ വരയ്ക്കാൻ തുടങ്ങി, തുടിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞതിൽ എന്തോ അബദ്ധമുണ്ടെന്ന് മനസ്സിലായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുമ്പ് കഴിഞ്ഞു പോയ അഹ്ലു കിതാബിന്റെ ആളുകൾ അവരുടെ നബിമാരോട് പറഞ്ഞതുപോലെ നിങ്ങളും ഞങ്ങളോട് നിങ്ങളും എന്നോട് പറയുകയാണോ? സഹാബത്ത് പറഞ്ഞു, നബിയെ, ഹൃദയങ്ങൾ നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ലല്ലോ, അല്ലാഹുവാണല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, സബ്ബിത് ഖൽബി അലാ ദീനിക്, യാ മുഖല്ലിബൽ ഖുലൂബ് യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ തഅതിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹ്, നിന്റെ ദീനിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ, നിന്നെ അനുസരിക്കുന്ന ഹൃദയമാക്കണേ എന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് ഞങ്ങളല്ലല്ലോ, അല്ലാഹുവാണല്ലോ. ഹൃദയങ്ങൾ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവായിരിക്കെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചാൽ ആ വിചാരിച്ചതിന് പോലും യുഹാസിബുക്കും ബിഹില്ലാഹ്, അല്ലാഹുവിന്റെ ഹിസാബിനെ ഞങ്ങൾ നേരിടേണ്ടി വരുമെങ്കിൽ ഇത് എങ്ങനെയാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക? അവർക്ക് അവരുടെ അബദ്ധം, അവരുടെ വാക്കുകളിൽ വന്ന പ്രശ്നം അവർക്ക് മനസ്സിലായപ്പോൾ അവർ തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങി. ആ തൗബയാണ്, സഹാബത്തിന്റെ നിലപാടാണ്. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. തിന്മ വിചാരിച്ചാൽ ആ വിചാരിച്ച തിന്മ ചെയ്തില്ല, തെറ്റ് ചെയ്തില്ല എന്നതിന്റെ പേരിൽ ശിക്ഷയുണ്ടാവുകയില്ല. നിങ്ങൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഫലമുള്ളൂ, ശിക്ഷയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ ശറഹ് ചെയ്ത് അവസാനത്തെ ആയത്തിറക്കി. അവ തിന്മ വിചാരിച്ചാൽ നമുക്ക് തെറ്റില്ല, തിന്മ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് തെറ്റുള്ളത്. ആ സമയത്ത് അവർ തൗബ ചെയ്ത് പശ്ചാത്താപിച്ച് മടങ്ങിയപ്പോൾ, ഒരു തെറ്റ് ചെയ്ത് ഈ തെറ്റ് റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, അവർ തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ, ലോകത്തുള്ള വിശ്വാസികൾക്ക് മുഴുവൻ പാഠമാകുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ നിലപാട് ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മുഴുവൻ വിശ്വാസികളെ കൊണ്ടും ദിനം പ്രതി അത് ഏറ്റു പറയിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, അമ്പിയാക്കന്മാരിൽ വിശ്വസിച്ചവരാണ്, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചവരാണ്, മലക്കുകളിൽ വിശ്വസിച്ചവരാണ്. ഒരു മുഅ്മിൻ എന്തിലെല്ലാം വിശ്വസിക്കണോ അതിലെല്ലാത്തിലും വിശ്വസിച്ചവരാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും വേർതിരിവ് കാണിക്കാത്തവരാണ് സഹാബത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരുടെ സംസാരത്തിൽ ഒരു അബദ്ധം വന്നുപോയി. ഇപ്പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ,
غفرانك ربنا وإليك المصير. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്, പൊറുക്കലിനെ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി അല്ലാഹ്, നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. എന്തുകൊണ്ട് നീ പൊറുക്കണം? വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാണ് ഞങ്ങള്. ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് ശാശ്വതമായി ഈ ദുനിയാവിൽ ജീവിക്കാനുള്ളവരല്ല ഞങ്ങള്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചു. ആ മണ്ണിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോയി വെക്കുക. അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. രണ്ടാമത് വീണ്ടും ആ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പുനർജീവിപ്പിക്കുന്നൊരു ദിവസം നമുക്ക് വരാനുണ്ട്. അല്ലാഹുവിങ്കിൽ നിന്ന് വന്ന അല്ലാഹുവിങ്കിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. വഇലൈക്കൽ മസീർ, ഞങ്ങൾ നിന്നിലേക്ക് മടക്കപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് ഗുഫ്റാനക, നിന്നോട് ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നു അല്ലാഹ്. ഞങ്ങളുടെ വാക്കുകളിലെ പ്രവർത്തനങ്ങളിലെ അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ് എന്ന് തൗബ ചെയ്ത സഹാബത്ത്, അവരുടെ നിലപാടാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന സഹാബി അമനത്തുൽ ഉമ്മത്തി, എന്റെ സഹാബത്ത് എന്റെ ഉമ്മത്തിനുള്ള സംരക്ഷകരാണ് എന്ന് മാത്രമല്ല, റസൂലുള്ള പഠിപ്പിച്ച് എന്റെ ഉമ്മത്തി 73 വിഭാഗമായി ഭിന്നിക്കുമ്പോൾ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ്, ആ 73 72 നരകത്തിലേക്കുള്ളതാണ്, ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്ക് പോകൂ. ആ വിജയത്തിന്റെ സ്വർഗത്തിന്റെ കക്ഷികളാരാ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും ഇന്ന് എന്റെ കൂടെ ജീവിക്കുന്ന സഹാബത്തുണ്ടല്ലോ, അവരുടെ പാതിയെ പിൻപറ്റിയവരാണ് ആ വിജയത്തിന്റെ കക്ഷികളെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും ഉന്നതിയിൽ എത്തപ്പെട്ട സഹാബത്ത്, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളായ സഹാബികൾ, അവർ ആരായിരുന്നു? അവരുടെ ജീവിതത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് കൃത്യമായി റമദാനിന്റെ മുന്നോടിയായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പ്രസിദ്ധമാക്കപ്പെട്ട റമദാൻ ഒന്ന് കഴിഞ്ഞു പോയി, ഒരുപാട് കഴിഞ്ഞു പോയി. മറ്റൊന്നിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി റജബ് കഴിഞ്ഞ് ശഅബാനിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് സഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ആരായിരുന്നു സഹാബത്ത്? അവരുടെ ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാൻ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വചനങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മതി. അബൂ താലിബിന്റെ മകനായ ജഅഫർ, അബൂ താലിബിനെ നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അബൂ താലിബിന്റെ മകനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹു, അവർ ഇസ്ലാം മതം സ്വീകരിച്ചതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിച്ച് അംഗീകരിച്ചതിനു ശേഷം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾക്ക്, പീഡനങ്ങൾക്ക് വിധേയമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുനാട്ടിലേക്ക് ഹിജറ പോകാൻ വേണ്ടി കൽപ്പിച്ചു. തൊട്ടപ്പുറത്ത് ഹബശ എന്നൊരു നാടുണ്ട്. ആ ഹബശയിലെ രാജാവാണ് നജ്ജാശി രാജാവ്. അദ്ദേഹം മുസ്ലിം അല്ല എങ്കിലും, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല എങ്കിലും, അദ്ദേഹത്തിന്റെ കീഴിൽ ആരെല്ലാം ജീവിക്കുന്നുണ്ടോ, ഏതെല്ലാം വിശ്വാസികളുണ്ടോ, ഏതെല്ലാം ആദർശക്കാരുണ്ടോ, അതൊന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളോടെല്ലാം നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ലൊരു രാജാവാണ് നജ്ജാശി രാജാവ്. അതുകൊണ്ട് നിങ്ങൾ നജ്ജാശി രാജാവിന്റെ അടുക്കലേക്ക് ഹബശയിലേക്ക് പോയി അവിടെ നിങ്ങൾ താമസിച്ചോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയക്കുമ്പോൾ ആ മുസ്ലിങ്ങളുടെ അന്നത്തെ ഹിജറ പോയ ആളുകൾക്കുള്ള നേതാവായിരുന്നു ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരവിടെ എത്തി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിൽ നിന്ന് മുശ്രിക്കീങ്ങളുടെ അടുക്കൽ നിന്ന് കുറച്ചാളുകൾ വന്നിട്ട് നജ്ജാശി രാജാവിനോട് സംസാരിക്കുകയാണ്. അല്ലയോ പ്രഭുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചാളുകൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടക്കി അയക്കാൻ താങ്കൾ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നജ്ജാശി രാജാവ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്. ജഅഫറിനോട് ചോദിക്കുകയാണ്, ജഅഫർ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ്, എന്തിനാണ് വന്നത്?
നിങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളുടെ നാടും വീടുമൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ നഅ്ബുദുൽ അസ്നാമ വനഅകുലുൽ മൈത വനഅതിൽ ഫവാഹിശ വനഖതഉൽ അർഹാം വനുസീഉൽ ജിവാര വയഅകുലുൽ ഖവിയ്യു മിനൽ ളഈബ് ഫകുന്നാ അലാ ദാലിക ഹത്താ അബ്അസ അല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ. അയ്യുഹൽ മലിക്, അല്ലയോ പ്രഭുവേ, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടക്കാരായിരുന്നു. അഥവാ നന്മ എന്താണെന്നറിയാത്ത, ജീവിതം മുഴുവൻ അക്രമം നിറഞ്ഞ, അനീതി നിറഞ്ഞ ഒരു കാലഘട്ടക്കാരായിരുന്നു ഞങ്ങൾ. ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. ഒരു വിജ്ഞാനവും ഇല്ലാത്ത, ഒരു നന്മയും ഇല്ലാത്ത ആളുകളായിരുന്നു ഞങ്ങൾ. ഓരോന്നോരോന്ന് വിശദീകരിക്കുകയാണ് ജഅഫർ റളിയല്ലാഹു അൻഹു. നഅ്ബുദുൽ അസ്നാം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം നടത്തി കിട്ടാൻ, പ്രയാസങ്ങളെ നീങ്ങിക്കിട്ടാൻ വേണ്ടി, ആഗ്രഹങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി മൺമറിഞ്ഞു പോയ ശ്രേഷ്ഠരായ ആളുകളുണ്ടല്ലോ, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്, ആ രൂപങ്ങൾ എന്നുള്ളത് നമ്മൾ വിളിച്ചാൽ കേൾക്കാത്ത, നമ്മുടെ വിളിക്കുത്തരം നൽകാത്ത, നമ്മളോട് വിവരങ്ങൾ ഒന്നും അറിയാത്ത ആളുകൾ, ആ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വനഅകുലുൽ മൈത, ഏത് മൃഗം ചത്താലും ആ ചത്തതിനെ കഴിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വനഅതിൽ ഫവാഹിഷ്, എല്ലാവിധ നീചമായ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മദ്യപിക്കുന്നവരായിരുന്നു, വ്യഭിചരിക്കുന്നവരായിരുന്നു, ചൂതാട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ മയ്യത്ത് മറവ് ചെയ്യണമെന്ന് ഞങ്ങൾ വസിയ്യത്ത് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനൊരു ദിവസം കിട്ടിയിട്ടില്ല എങ്കിൽ ഉറക്കം വരാത്ത രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഈ രൂപത്തിലെല്ലാം മോശമായ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വനഖതഉൽ അർഹാം, അല്ലാഹു ചേർത്തി തന്ന ബന്ധങ്ങളുണ്ടല്ലോ, നിസാരമായ പ്രശ്നങ്ങളുടെ പേരും പറഞ്ഞ്, പറമ്പിന്റെ പേരും പറഞ്ഞ്, സമ്പത്തിന്റെ പേരും പറഞ്ഞ് ആ ബന്ധങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞിരുന്ന ആളുകളായിരുന്നു ഞങ്ങള്. ആ സമൂഹക്കാരായിരുന്നു ഞങ്ങള്. ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വനുസീഉൽ ജിവാറ, അയൽവാസികളോട്, അയൽപ്പക്കക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങള്. വയഅകുലുൽ ഖവിയ്യു മിനൽ ളഈബ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ദുർബലരായ ആളുകളെ അടിച്ചമർത്തി അവരെ അടിമകളാക്കി ഞങ്ങൾ മേലാളന്മാരായി, മുതലാളിമാരായി ജീവിച്ചിരുന്ന കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും കുന്നാ ഖൗമൻ അഹ്ലൽ ജാഹിലിയ്യ, എല്ലാ നിലക്കും ഞങ്ങൾ ജാഹിലിയത്തിന്റെ ആളുകളായിരുന്നു. ഇങ്ങനെ ജാഹിലിയ അവസ്ഥയിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഫകുന്നാ അലാ ദാലിക ഹത്താ ബഅസ അല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ പ്രത്യേകമായി സെലക്ട് ചെയ്ത് റസൂലായി ഞങ്ങളിലേക്ക് ദൂതനായി അല്ലാഹു നിയോഗിക്കുന്നത്. സൂറത്തുൽ യാസീൻ, ഒരുപാട് നമ്മൾ ഓതും, ആവശ്യമില്ലാണ്ട് ഓതും, ആവശ്യത്തിന് ഓതും, ഒക്കെ ഓതാറുണ്ട്. പലയിടത്തും നമ്മൾ ആവശ്യമില്ലാണ്ടൊക്കെ ഓതാറുണ്ട്. ഒരു വട്ടമായി അർത്ഥം, ഒരു വട്ടം അതിന്റെ ഒന്ന് അർത്ഥം നമ്മൾ വായിച്ചു നോക്കുക. അതിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാസീൻ വൽ ഖുർആനിൽ ഹകീം, വൽ ഖുർആനിൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗത്ത് ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്തിനാണ് ഖുർആൻ
എന്തിനാണ് അവരിൽ നിന്നൊരു പ്രവാചകനെ സെലക്ട് ചെയ്ത് അല്ലാഹു അവരിലേക്ക് നിയോഗിച്ചത്? തുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അടുത്ത കാലത്തൊന്നും അവരിലേക്ക് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് താക്കീത് ലഭിക്കാത്ത, കപ്പലത്തിൽ ജീവിക്കുന്ന, അസർദയിൽ ജീവിക്കുന്ന, എല്ലാവിധ തോന്നിവാസങ്ങളിലും മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അവരെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. സൂറത്ത് ജുമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ സമാനമായ മറ്റൊരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന്, ഈ ജാഹിലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, നന്മയുള്ള മനുഷ്യനെ, എല്ലാവർക്കും അൽ അമീനായ വിശ്വസ്തനായ ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം സെലക്ട് ചെയ്യുകയാണ്. അത് റസൂലുള്ളയാണ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദൂതനാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഒരു മുഅ്ജിസത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു. അതാണ് അല്ലാഹുവിന്റെ ആയത്തുകൾ, അതാണ് പരിശുദ്ധ ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്, അവരെ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് എന്ന് സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ ആയത്താണ്. അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനതയെ ഹിദായത്തിലേക്ക്, തൗഹീദിലേക്ക്, വെളിച്ചത്തിലേക്ക്, മിനദ്ദുലുമാതി ഇലന്നൂർ, സംസ്കരണത്തിനു വേണ്ടി വഴികേടിൽ ജീവിക്കുന്ന ആളുകൾക്ക് സംസ്കരണം നൽകുന്ന ദിവ്യ വെളിച്ചമാണ് പരിശുദ്ധ ഖുർആൻ. അതിനുവേണ്ടിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്പാൽപമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിനെ ഇറക്കി കൊടുത്തത്. സന്ദർഭത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് അല്ലാഹു അല്പാൽപമായിട്ടാണ് ഈ ഖുർആനിനെ ഇറക്കിയത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ റമദാനിലാണ് ഇറക്കിയത് എന്ന് പറയുമ്പോൾ അതെന്താ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ എന്തെല്ലാം ഭൗതികമായും അഭൗതികമായും ഒക്കെ എന്തെല്ലാം ഇൽമുകളുണ്ടോ അതിന്റെ എല്ലാം ഉറവിടം അല്ലാഹു. അത് നമ്മൾ ആയത്തുൽ കുർസിയിലൂടെ ദിനംപ്രതി നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ആയത്തുൽ കുർസിയുടെ അർത്ഥം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇൽമിന്റെ ഉറവിടം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇൽമിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത് അല്ലാഹുവിനോടാണ്. റബ്ബിസ്നി ഇൽമൻ നാഫിഅ, റബ്ബിസ്നി ഇൽമാ, അല്ലാഹുവേ നീ എനിക്ക് ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ലോകത്തൊരാൾക്കും അറിയാത്ത, അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങൾ, അല്ലാഹുവിന്റെ ഇൽമിൽപ്പെട്ട കാര്യങ്ങൾ, അത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുകയാണ്. എല്ലാം സകല ഇൽമും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു. എവിടെ? ഫീ ലൗഹിൻ മഹ്ഫൂസ്. ലൗഹുൽ മഹ്ഫൂസിൽ എല്ലാം റബ്ബിന്റെ ഇൽമു മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിൽ ഖുർആനുണ്ട്, തൗറാത്തുണ്ട്, ഇൻജീലുണ്ട്, സബൂറുണ്ട്, എല്ലാം ഉണ്ട്. വേദഗ്രന്ഥങ്ങൾ മാത്രമല്ല, أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ما أصاب من مصيبة في الأرض, ഭൂമിയിലോ നിന്റെ ജീവിതത്തിലോ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇവിടെ യാതൊരു കാര്യവും സംഭവിക്കുന്നില്ല. ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് അത് സംഭവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് അല്ലാഹു പടച്ചത് പേനയാണ്. അത് അല്ലാഹു ആദ്യമായിട്ട് പടച്ചത്. ആദ്യത്തെ സൃഷ്ടി പേനയാണ്. ആ പേന പടച്ചതിനു ശേഷം പേനയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ എഴുതണം. പേന ചോദിച്ചു, ഞാൻ എന്താണ് എഴുതേണ്ടത്?
എന്റെ തീരുമാനങ്ങൾ, എന്റെ ഇൽമുകൾ നീ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ലഹുൽ മഹ്ഫൂസ്. ആ ലഹുൽ മഹ്ഫൂസിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രം ലോകത്ത് പ്രപഞ്ചത്തിൽ നടപ്പിലാക്കുകയാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. അള്ളാന്റെ ഇൽമു മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യം. പക്ഷെ ആ ലഹുൽ മഹ്ഫൂസിൽ ഉള്ളത് മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? ലോകത്ത് നടപ്പിലാക്കിയിട്ടില്ല. അതിലുള്ളത് ഏതൊക്കെ നടപ്പിലാക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, അതിൽ ഖുർആനുണ്ട്. ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ ഇസ്സയിലേക്ക് അഥവാ സമാഅ ദുനിയയിലേക്ക്, ഈ ദുനിയാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കാണുന്ന ആകാശമുണ്ടല്ലോ, അതാണ് സമാഅ ദുനിയ. യൻസിലു റബ്ബുനാ തബാരക ഇല സമാഇ ദുനിയ. എല്ലാ ദിവസത്തിലും രാത്രിയുടെ അവസാന ഭാഗത്തേക്ക്, ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമാഅ ദുനിയയിൽ ഒന്നാം ആകാശത്തിൽ ഒരു ഭവനമുണ്ട്. അതിന്റെ പേരാണ് ബൈത്തുൽ ഇസ്സ. അങ്ങനെ എല്ലാ ആകാശത്തിലുണ്ട്. ഏഴാം ആകാശത്തിലാണ് ബൈത്തുൽ മഅമൂർ ഉള്ളത്. മിഅ്റാജിന്റെ വേളയിൽ ബൈത്തുൽ മഅമൂർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. എന്നിട്ട് എന്താ ലോകത്തെ പഠിപ്പിച്ചത്? ഒരു ദിവസം ബൈത്തുൽ മഅമൂറിലേക്ക് 70,000 മലക്കുകൾ പ്രവേശിക്കും. ആ മലക്ക് രണ്ടാമതൊരു തവണ പിന്നീട് ആ ബൈത്തുൽ മഅമൂറിലേക്ക് പ്രവേശിക്കുന്നില്ല എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എല്ലാ ദിവസത്തിലും നടക്കുന്നു. എല്ലാ ദിവസത്തിലും സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ മലക്കുകളുടെ എണ്ണം എത്രയാണ്? ഇതുപോലെ ബൈത്തുൽ മഅമൂർ പോലെ തന്നെയാണ് ബൈത്തുൽ ഇസ്സ. ഒന്നാമത്തെ ആകാശത്തിലെ ഭവനമാണ് ബൈത്തുൽ ഇസ്സ. ആ ബൈത്തുൽ ഇസ്സയിലേക്ക് ലഹുൽ മഹ്ഫൂസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവനായിട്ട് ഖുർആനിനെ ഇറക്കി. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഇവിടെ ഓതിയല്ലോ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഖുർആനായ ഗ്രന്ഥം, സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഗ്രന്ഥം. എന്താണ് നന്മകൾ, എന്താണ് തിന്മകൾ, ഏതെല്ലാമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, ഏതെല്ലാമാണ് നരകത്തിലേക്കുള്ള വഴികൾ, ഇതെല്ലാം വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഗ്രന്ഥമായ ഫുർഖാനായ ഗ്രന്ഥം. ജനങ്ങൾക്ക് ഹുദ കാണിക്കുന്ന, ദലാലത്തിൽ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന, നന്മ എന്താണെന്നറിയാത്ത ജനസമൂഹത്തെ ഹിദായത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് ശഹ്റു റമദാൻ, റമദാൻ മാസം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ഈ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോമ്പെടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഇറങ്ങിയ മാസത്തിന് മാത്രമല്ല പ്രത്യേകതയുള്ളത്. ഖുർആൻ ഇറങ്ങിയത് ഒരു രാത്രിയിലാണ്. ഖുർആൻ ഇറങ്ങിയ ആ രാത്രിക്കും പ്രത്യേകതയുണ്ട്. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? നമുക്കെല്ലാം അറിയാം, ഞാൻ പറയാതെ തന്നെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഈ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹുൽ മഹ്ഫൂസിൽ ഇറക്കിയ ആ രാത്രിയുണ്ടല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ മാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രിയാണ്. ഒരു ദിക്ർ ചൊല്ലിയാൽ 1000 മാസം ദിക്ർ ചൊല്ലിയ പ്രതിഫലം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 1000 മാസം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം. ഒരു ആയത്ത് ഓതിയാൽ 1000 മാസം സ്വലാത്തിന് ഖുർആൻ ഓതിയ പ്രതിഫലം. അതുപോലെ തന്നെ നിസ്കരിച്ചാൽ ഏതേത് ഇബാദത്തുകൾ ചെയ്താലും 1000 മാസം ചെയ്ത പ്രതിഫലമാണ് ആ ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു നമുക്ക് സമ്മാനിക്കുന്നത്. റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ലൈലത്തുൽ ഖദറിൽ സജീവമാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് റമദാനിൽ നമ്മൾ ജീവിക്കാൻ. വലിയൊരു സൗഭാഗ്യമാണ് ജീവിതത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് 2 ആൾക്കാർ ഇസ്ലാം മതം ചൊല്ലിക്കൊണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച് അതിനുശേഷം അവർക്കൊരു ആഗ്രഹം, ഞങ്ങൾക്കൊരു യുദ്ധത്തിൽ പങ്കെടുക്കണം. അവർക്ക് വലിയ താല്പര്യമാണ് യുദ്ധം ചെയ്ത് മരിക്കാൻ. കാരണം ഒരു ഷഹീദിന്റെ കൂലി എന്നുള്ളത് നിങ്ങൾക്കറിയുമോ?
ഒരു ഷഹീദ് ബർസഖിലേക്ക് പ്രവേശിച്ചാൽ, ഷഹീദ് മരിച്ച് ബർസഖിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗീയ പക്ഷികൾ അവരെ റാഞ്ചി കൊണ്ടുപോയിട്ട് സ്വർഗീയ ലോകം കാണിച്ചു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർസഖിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സ്വർഗീയ ലോകം കാണാനുള്ള തൗഫീഖ് ലഭിച്ചവരാണ് ഷഹീദുകളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വല്ല ആഗ്രഹമുണ്ടോ? ശുഹദാക്കളോട് റബ്ബിന്റെ ചോദ്യമാണ്, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആ ശുഹദാക്കൾ പറയും, റബ്ബേ ഒന്നും കൂടെ ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് പോകണം, ഒന്നും കൂടെ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, വീണ്ടും ഷഹീദായിട്ട് മരിക്കണം അല്ലാഹ്. കാരണം ഒന്നും കൂടെ ഞങ്ങൾക്കൊന്ന് സ്വർഗം ചുറ്റിക്കറങ്ങി കാണാൻ, സ്വർഗീയ പക്ഷികൾ അവരുടെ കൊക്കുകളിൽ ഞങ്ങളെ റാഞ്ചിയെടുത്തിട്ട് സ്വർഗം ചുറ്റിക്കാണാൻ തൗഫീഖ് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ജീവിതത്തിൽ ഉണ്ടാകാൻ ഒന്നും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയും, ഇല്ലട്ടോ, ഇനി ഒരിക്കലും അതിനുള്ള അവസരമില്ല. ദുനിയാവിൽ നിന്ന് വന്നാൽ പിന്നെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയില്ലേ ഇല്ല. ഇതല്ലാത്ത വല്ല ആഗ്രഹമുണ്ടോ? ആ ശുഹദാക്കൾ പറയും, അല്ലാഹ് ഞങ്ങളുടെ കുടുംബക്കാര് ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് ഞങ്ങളുടെ കുടുംബക്കാര് വേണ്ടപ്പെട്ടവര് സഹോദരങ്ങള്, ഞങ്ങൾക്ക് ഈ കിട്ടിയ തൗഫീഖ് അവരെ ഒന്ന് അറിയിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യം അവരെ ഒന്ന് അറിയിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിന് വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആയത്തിറക്കുകയാണ്, ഒരിക്കലും ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരിച്ചവരാണ് എന്ന് പറയല്ല, ശുഹദാക്കളെ കുറിച്ച് മരിച്ചവരാണ് എന്ന് നിങ്ങൾ പറയല്ല, പറയാൻ പാടില്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വഹും യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിപ്പുള്ളവരാണ് അല്ലാഹുവിന്റെ ശുഹദാക്കള്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ആ സൗഭാഗ്യം ലഭിച്ചവരാണ്. അതുകൊണ്ട് ശുഹദാക്കളെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ മരിച്ചവരാണ് എന്ന് പറയാൻ പാടില്ല എന്ന് വഹിയുള്ള പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ആ സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു. അവർക്ക് വലിയൊരു ആഗ്രഹം, യുദ്ധം ചെയ്ത് മരിക്കാൻ അവർക്കൊക്കെ താല്പര്യം, അള്ളാന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു. ഈ രണ്ടുപേര് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ മരിക്കണം, ഷഹീദാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. യുദ്ധത്തിൽ അടുത്ത യുദ്ധത്തിൽ അവർ പങ്കെടുത്തു. ഷഹീദായി, മറ്റേ രണ്ടാമത്തെ ആള് മരിച്ചില്ല. രണ്ടാമത്തെ ആള് പിറ്റത്തെ കൊല്ലം സാധാരണ ഒരു മരണം കൈവരിക്കുന്നു. പറഞ്ഞത് പറയും, രണ്ടുപേരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ഈ രണ്ടുപേരും ഒരുപോലെയല്ല. ഈ രണ്ടിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ രണ്ടാമത് മരിച്ചവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചവൻ രണ്ടാമത് മരിച്ചവനാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? സഹാബത്തിന് ആകെ അത്ഭുതപ്പെട്ടു പോയി. നമ്മളും അത്ഭുതപ്പെട്ടിട്ടോ? ഒന്നാമത്തെ ആള് ഷഹീദ് ചെയ്ത് മരിച്ച ആളല്ലേ, അദ്ദേഹത്തെക്കാൾ ആദ്യ രണ്ടാമത് സാധാരണ മരണം കൈവരിച്ചു, രണ്ടാമത് സ്വർഗത്തിൽ അവന് ആദ്യം സ്വർഗത്തിലേക്ക് പോകും. അതൊരു അത്ഭുതമാണ്. സഹാബത്തിന് അത്ഭുതമായി. സഹാബത്ത് പറഞ്ഞു, നിങ്ങൾക്കറിയുമോ അവരുടെ ജീവിതത്തിൽ, രണ്ടാമത് മരിച്ചവന്റെ ജീവിതത്തിൽ 1 വർഷം ജീവിക്കാനുള്ള തൗഫീഖ് അവന് ലഭിച്ചില്ലേ? അതേ നബിയെ ബല, അതേ 1 വർഷം കിട്ടി. രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ ചോദ്യം, ആ 1 വർഷത്തിൽ 1 റമദാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ മലാതെ നബിയെ, ആ റമദാനിൽ നോമ്പെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതേ നബിയെ, ആ 1 വർഷത്തിൽ എത്രയെത്ര സുജൂദുകൾ, എത്രയെത്ര റുകൂഉകൾ, ഈ രൂപത്തിൽ നന്മകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് അവന് ലഭിക്കുമല്ലോ. ഈ രണ്ടുപേരും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ട് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് മരിച്ചവനേക്കാൾ രണ്ടാമത് ആദ്യമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിത് പറഞ്ഞു വെച്ചത് റമദാൻ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്, വലിയൊരു തൗഫീഖാണ്. അതുകൊണ്ടാണ് ഭുവനപ്രസിദ്ധരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
حتى عصى ربه في شهر شعبان لقد أضلك شهر الصيام بعدهما فلا تصيره أيضا شهر عصيان واتل القرآن وسبح فيه مجتهدا فإنه شهر تسبيح وقرآن كم كنت تعرف ممن صام في سلف من بين أهل وجيران وإخوان أفناهم الموت فاستبقاك بعدهم حيا فما أقرب القاسي من الداني يا ذا الذي ما كفاه الذنب في رجب വിളിക്കുകയാണ് യാ ദല്ലദീ മതിയാകാത്തവനെ യാ ദല്ലദീ മതിയാകാത്തവനെ മാ കഫാഹു ദംബു ഫീ റജബ് പവിത്രമായൊരു റജബ് മാസം നിന്ന് കഴിഞ്ഞു പോയില്ലേ എത്രയെത്ര പാപങ്ങളാണ് ആ പവിത്രമായ മാസത്തിൽ നീ ചെയ്തു കൂട്ടിയത് നിനക്ക് മതിയായില്ലേ ഭാവിയായി ജീവിച്ചത് നിനക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ് പവിത്രമായ മാസമാണ് റജബ് ഒരു നന്മ ചെയ്താൽ സാധാരണ മാസത്തെക്കാളല്ല അതിനേക്കാൾ ഇരട്ടി കൂലിയുള്ള മാസമാണ് ഒരു തിന്മ ചെയ്താൽ സാധാരണ മാസം പോലെയല്ല ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന പവിത്രമായ മാസമാണ് മാസങ്ങളുടെ എണ്ണം 12 ആ 12-ൽ 4 പവിത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 4 ഏതാണ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം റജബ് പവിത്രമായ മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ് ഈ മാസങ്ങളിലെ നന്മകൾക്ക് പ്രാധാന്യമുണ്ട് ഈ മാസങ്ങളിലെ തിന്മകൾക്ക് ഗൗരവമുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല നമ്മൾ മറന്നുപോയി നമ്മൾ അവഗണിച്ചു പോയി നമ്മൾ നമ്മുടെ പാരത്രിക ജീവിതത്തെ കുറിച്ച് ഉറ്റാലോചിച്ചില്ല പാപിയായി നമ്മൾ ജീവിച്ചു മുന്നോട്ട് പോയി പവിത്രമായ ഒരു മാസം കിട്ടിയിട്ട് പാപിയായി ജീവിച്ചത് നിനക്ക് മതിയായില്ലടോ മനുഷ്യ അതിനുശേഷം നിനക്കൊരു പവിത്രമായ ഒരു ശഅബാനിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി മാസമാണ് ഇപ്പോൾ നമ്മോടുള്ള ശഅബാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്തത് ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് ശഅബാൻ ഏറ്റവും കൂടുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്ത മാസമാണ് ശഅബാൻ മാസം സഹാബത്ത് ചോദിക്കുകയാണ് എന്തേ മറ്റുള്ള മാസങ്ങളെക്കാൾ ഗൗരവത്തിൽ ഒരു താല്പര്യത്തോടു കൂടി ഈ ഒരു മാസം നോമ്പെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരു വർഷം ചെയ്ത അമല് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ അതുകൊണ്ട് എന്റെ അമൽ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഒരു നോമ്പുകാരനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അവസ്ഥ എന്താണ് നമ്മളൊന്ന് ആലോചിക്കും നമ്മളൊന്നൊരു നിമിഷം അല്ലാഹുവിന്റെ ദീന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബർക്കത്തുള്ളൊരു സദസ്സാണല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ ഹാജരായിട്ടുള്ള സദസ്സാണല്ലോ നമ്മളൊന്നൊരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്ക് റജബ് കിട്ടിയിട്ട് ഇവിടെ പീക്ക സൂചിപ്പിച്ചല്ലോ റജബ് കിട്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത് ശഅബാന് കിട്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത് റജബിലും പാപിയായി ജീവിച്ചു ശഅബാനിലും പാപിയായി ജീവിച്ചു തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു നിനക്ക് മതിയായില്ലേ ലഖദ് അദല്ലക ശഹ്റു സിയാമി ബഅദഹുമാ ഈ 2 പവിത്രമായ മാസങ്ങൾക്ക് ശേഷം ഇതാ റമദാൻ മാസം അതും പവിത്രമാണ് അത് പവിത്രമാകാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് ആ പവിത്രമായ നോമ്പിന്റെ മാസം റജബിന്റെയും ശഅബാനിന്റെയും ശേഷം നിന്നിലേക്ക് കടന്നു വരുമ്പോൾ ഫലാ തുസയ്യിറുഹു ഐലൻ ശഹ്റ ഇസ്യാനി റജബിൽ നീ പാപിയായതുപോലെ ശഅബാനിലും നീ പാപിയായതുപോലെ റമദാനിൽ നീ പാപിയാകാൻ പാടില്ല വതുലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ ഖുർആനിന്റെ മാസമാണ് റമദാൻ തസ്ബീഹിന്റെ മാസമാണ് അതുകൊണ്ട് നീ ഖുർആൻ ഓതണം ജീവിതം നമ്മൾ പരിശോധിച്ചാൽ 2-3 തവണ ആവർത്തിച്ച് അവർ ഖതം തീർക്കുന്ന
പരിശ്രമിക്കുമായിരുന്നു, മുഴുവനായിട്ട് ഓതാൻ വേണ്ടി അവർ പരിശ്രമിക്കുമായിരുന്നു. നമ്മൾ ഒരു തവണ നമ്മൾ ഓതി തീർത്തിട്ട് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ മഹാന്മാരായ പണ്ഡിതന്മാര് കണ്ണൂരിനപ്പുറത്ത് വാഹനങ്ങൾക്ക് രാത്രി ഊണില്ല ഉറക്കില്ല, എന്നിട്ട് അവര് വിളക്കും അതുപോലെ തന്നെ മെഴുകുതിരിക്ക് വെച്ച് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് സുഹൃത്ത് ആദ്യ മുതൽ സുഹൃത്ത് നാസ് വരെ ഓരോ ആയത്തുകൾ എഴുതി അർത്ഥം എഴുതി തഫ്സീർ എഴുതിയിട്ട് നമ്മുടെ മുമ്പിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്നിട്ട് ഒരു ആവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു നമ്മൾ അതിലപ്പുറമായിരുന്നു ഒരു ആവർത്തി എന്റെ റബ്ബിൽ എന്താണ് അറബി തഫ്സീറുകൾ നാലഞ്ചെണ്ണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ വെക്കാൻ മാത്രം അർത്ഥസമ്പൂർണമായ തഫ്സീറാണ്. എന്റെ ഉസ്താദുമാര്, ഞാൻ പിന്നെ സുന്നി മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ സുന്നി മദ്രസയിലൊക്കെ പഠിക്കാൻ പോകുമ്പോ എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരുടെ റൂമിൽ വരെ ഞാൻ അമാനി മൗലൂദിന്റെ തഫ്സീർ കണ്ടിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർ ചോദിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് അവരെ നമ്മളും വായിക്കണം, നമ്മുടെ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഖുർആൻ എന്താണ് എന്റെ റബ്ബ് എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ആവർത്തനം വായിച്ചു നമ്മൾ തയ്യാറായി. ഇല്ലെങ്കിൽ ഈ റമദാൻ അതിനു വേണ്ടിയാകും. വായിച്ച് പഠിക്കുക. എത്ര ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ്, എത്ര ആയത്തിലൂടെയാണ് അല്ലാഹു നമ്മളെ വിളിച്ചത്. ആ വിളികളൊക്കെ ഒന്ന് പരിശോധിക്കുക. ആ വിളിക്ക് ശേഷം ഒരു കാര്യം അല്ലാഹു നമ്മളോട് പറയാനുണ്ട്, നമ്മൾ പരിശോധിക്കുക. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ തഫ്സീറുകളൊക്കെ വായിക്കുക. ഫത്ലുൽ ഖുർആന വസബ്ബിഹ് ഫീഹി മുജ്തഹിദാ ഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. ദിക്റുകൾ നീ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതുപോലെയുള്ള തസ്ബീഹുകൾ തക്ബീറുകൾ നിന്റെ നാവിൽ ഉണ്ടാകണം. അങ്ങനെ നീ ദിക്ർ ചൊല്ലി 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 നിന്റെ നാവ് നനയണം, നിന്റെ ചുണ്ട് നനയണം. അങ്ങനെ ദിക്ർ ചൊല്ലി നിന്റെ ആ വായുണ്ടല്ലോ നാവും ചുണ്ടും നനഞ്ഞിരിക്കെ നീ മരിച്ചാൽ അതിനേക്കാൾ സുന്ദരമായൊരു മരണം വേറെയില്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ശഹ്റു തസ്ബീഹിൻ വഖുർആനി. റമദാൻ തസ്ബീഹുകളുടെ മാസമാണ്. റമദാൻ ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ദിക്റുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആനുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടാകണം. കം കുന്ത തഅരിഫു മിമ്മൻ സാമ ഫീ സറഫ് മിൻ ബൈനി അഹ്ലിൻ വജീറാനിൻ വഇഖ്വാനി. മുമ്പ് കഴിഞ്ഞു പോയ നോമ്പിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണോ? മുമ്പ് കഴിഞ്ഞു പോയ റമദാനിനെ കുറിച്ച് നീ ഒന്ന് ആലോചിക്ക. നിന്റെ കൂടെ നോമ്പെടുക്കാനുണ്ടായിരുന്ന നിന്റെ കുടുംബം, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ ഉപ്പയാകട്ടെ, നിന്റെ സഹോദരങ്ങളാകട്ടെ, അതുപോലെ തന്നെ നിന്റെ വല്യമ്മയാകട്ടെ, വല്യപ്പയാകട്ടെ, ആരുമാകട്ടെ, നിന്റെ അയൽവാസികളാകട്ടെ, വജീറാനിൻ വഇഖ്വാനി, നിന്റെ അയൽവാസികളിൽപ്പെട്ടവർ, നിന്റെ സഹോദരങ്ങളിൽപ്പെട്ടവർ, അവരൊക്കെ എവിടെ പോയി? കഴിഞ്ഞ കൊല്ലം നമ്മളോടൊപ്പം നോമ്പെടുക്കാനുണ്ടായിരുന്നവർ, അതുപോലെ തന്നെ നമസ്കരിക്കാനുണ്ടായിരുന്നവർ, പള്ളിയിലേക്ക് പോകാൻ മറ്റുള്ള പുണ്യങ്ങളിൽ നന്മകളിലൊക്കെ നമ്മുടെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന ആളുകളെല്ലാം എവിടെ പോയി? ഈ ചിന്തിക്ക്. അഫ്നാഹുമുൽ മൗത്ത്, അഫ്നാഹുമുൽ മൗത്ത്, അവരെല്ലാം മരണം ഇല്ലാതാക്കി. അവർ മരിച്ചു. നിന്നിൽ നിന്ന് ആരുമില്ലാത്ത പള്ളിയുടെ ഖബർസ്ഥാനുകളിൽ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കി വെച്ച 6 അടി മണ്ണുണ്ടല്ലോ, ആ 6 അടി മണ്ണിലേക്ക് നമ്മുടെ പൊന്നുമ്മയുടെ മയ്യത്ത് നമ്മൾ ഇറക്കി വെച്ചു. നമ്മുടെ വാപ്പയുടെ മയ്യത്ത് നമ്മുടെ കരങ്ങൾ കൊണ്ട് ഇറക്കി വെച്ചു. നമ്മുടെ സഹോദരങ്ങളുടെ മയ്യത്ത് ആ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ മയ്യത്ത്, ഇന്നലകളിൽ റമദാനിൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്നവർ, ഇന്നലകളിൽ നമ്മളോടൊപ്പം നോമ്പെടുക്കാനുണ്ടായിരുന്നവർ, അവരുടെ മയ്യത്ത് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് തസ്ബീഹും ചൊല്ലി നമ്മൾ തിരിച്ചു പോന്നു. അല്ലാഹുമ്മ തബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്,
اللهم جاف القبر عن جنبي اللهم اغفر له وارحمه اللهم آمنه من كل الفزع. എന്റെ ഉമ്മാക്ക് ഖബറിലെ വിചാരണ എളുപ്പമാക്കി കൊടുക്കുക അല്ലാഹ്. എന്റെ ബാപ്പാക്ക് ഖബറിലെ വിചാരണ നീ എളുപ്പമാക്കി കൊടുക്കുക അല്ലാഹ്. അവരെ നീ പ്രയാസപ്പെടുത്തല്ലേ, കുടുസപ്പെടുത്തല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തസ്ബീഹും ചൊല്ലി നമ്മൾ തിരിച്ചു പോന്നു. നീ ബാക്കിയായി അടുത്ത റമദാനിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ നിനക്ക് ഒരു ഉറപ്പുമില്ല. നീ പല കാര്യങ്ങളെ കുറിച്ചും വിചാരിക്കും, അത് അകലെയാണ്, വിദൂരമാണ്, ഇപ്പോഴൊന്നും എന്റെ അടുത്തെത്തുകയില്ല, ഇപ്പോഴൊന്നും സംഭവിക്കുകയില്ല എന്ന് വിചാരിക്കും. പക്ഷെ മരണത്തെ കുറിച്ച് ഒരിക്കലും നീ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഏത് സമയത്തും മരണം നിന്നിലേക്ക് വരും. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ ചാരത്തേക്ക് വരും. നമ്മുടെ തലഭാഗത്ത് നമ്മളോട് പറയണം അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. അതാണ് ജീവിതത്തിന്റെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ വർദ്ധനയായ രോഗം അവരുടെ കബറുടെ മക്കളാണ് പ്രകാശപൂരിതമാണ്. നാളെ അവരോടൊപ്പം അതിന്റെ ചാരത്തിൽ ചേരാൻ ഈ മരണം നിന്റെ ജീവിതം അല്ലാഹുവിന് ഇഷ്ടമായടോ. ഈ كتاب عبدي في علين وما أدراك ما عليون كتاب مرقوم. ഷാത്തികളുടെ പേരുകൾ, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ മാത്രം രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ്. നാളെ നമ്മളെ പരലോകത്ത് വരുമ്പോ അങ്ങനെ നമ്മുടെ ശരീരം, നമ്മുടെ മയ്യത്ത്, ഊഹില്ലാത്ത നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ ആത്മാവ് ആകാശത്തിലേക്ക് ഉയർന്നുപോയി. നമ്മുടെ ശരീരം നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കുടുംബക്കാര് വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് കാണുന്നു. അവസാനം എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും തിരിച്ചു പോരുന്നു. നമ്മൾ തിരിച്ചു വന്നതുപോലെ, നമ്മുടെ മാതാപിതാക്കളുടെ മയ്യത്തിറക്കി വെച്ച് നമ്മൾ തിരിച്ചു വന്നതുപോലെ നമ്മുടെ മയ്യത്തിറക്കി വെച്ചിട്ട് എല്ലാവരും തിരിച്ചു പോരുന്നു. അവസാനം ലോകാവസാനം സംഭവിച്ച അല്ലാഹുവിന്റെ കോടതി നമ്മളെത്തുമ്പോ ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി. അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കി നീ സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് പറയപ്പെടുന്ന സന്ദർഭം, അതിനേക്കാൾ വലിയ ജീവിതത്തിൽ വിജയം വേറെ ഒന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാം മനസ്സിലാക്കിയ സഹാബത്ത്, ഞാൻ പറഞ്ഞല്ലോ, അവർ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. അവർ ആരായിരുന്നു? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. ജീവിതത്തിൽ ഒരു ഉപകാരം ചെയ്യാത്ത, ഒരു ഉപദ്രവം നീക്കാത്ത വിഗ്രഹങ്ങളെ, ആളുകളെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഏകദൈവ ആരാധന സ്വീകരിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഖുർആനിനെ കൊണ്ട് അവർക്ക് സാധിച്ചു. ഒരു പെൺകുട്ടി പിറന്നാൽ അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉപ്പ വന്നിട്ട് തന്റെ കുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടുകയാണ്. ആ കുട്ടിയെ മൂടുന്നതിന് വേണ്ടി മണ്ണിങ്ങനെ മാന്നുമ്പോ തന്റെ ശരീരത്തിലേക്ക്, അതുപോലെ തന്നെ തന്റെ താടിരോമങ്ങളിലേക്ക് മൺതരികൾ തെറിച്ചു വീഴുമ്പോ ആ സമയത്ത് പോലും തന്റെ കുട്ടിയോട് സ്നേഹം തോന്നിയില്ല, അലിവ് തോന്നിയില്ല. ജീവനോടെ
താൻ കുഴിച്ച കുഴിയിലേക്ക് തന്റെ പെൺകുട്ടിയെ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് 3 പിടി പിന്നെ ആ കുട്ടിയെ മണ്ണിട്ട് മൂടിയിട്ട് ജീവനോടുകൂടി കുഴിച്ചു മൂടി കൊത്തുകളഞ്ഞിട്ട് അപ്പ തിരിച്ചു വന്നു. അപ്പാക്ക് വല്ലാത്ത വേദന. അപ്പാന്റെ ആയുസ് കേട്ടപ്പോ, അപ്പാന്റെ കലാമ് കേട്ടപ്പോ ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പിഞ്ചോമന മക്കളെ നാളെ പരലോകത്ത് ഹാജരാക്കിയിട്ട് ആ മക്കളോട് ചോദിക്കും, എന്തിനാണ് പൊന്നുമക്കളെ നിങ്ങളുടെ ഉമ്മയും നാപ്പയും നിങ്ങളെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുന്ന ഒരു ജീവിതം വരാനുണ്ട്. ഇത് ചോദിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്, ഒരു ലോകം വരാനുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മരിച്ച് ഞങ്ങൾ മണ്ണിനോട് ചേർന്ന് ഞങ്ങളുടെ എല്ലുകളും ഞങ്ങളുടെ തുടികളും എല്ലാം ധരിച്ചു പോയാൽ രണ്ടാമതൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് ഓതിക്കൊടുത്തു. നീ ചിന്തിക്കടോ, നീ ആരായിരുന്നു എന്ന് ചിന്തിക്ക്. നീ ആരായിരുന്നു? ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. ആ ഇന്ദ്രിയത്തുള്ളിയെ കൊണ്ടുപോയിട്ട് ഈ ഖറാറിൻ മക്കീൻ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഭദ്രമായൊരു സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു. ആ ബീജത്തുള്ളിയെ فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. 40 ദിവസം ബീജത്തുള്ളിയായി, പിന്നീട് മാംസപിണ്ഡമായി, പിന്നീട് രക്തക്കട്ടയായി, പിന്നീട് 40 ദിവസം പിന്നെ മാംസപിണ്ഡമായി. ആ രൂപത്തിൽ നിന്ന് ഓരോ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി അവസാനം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് 9 മാസം തികയുമ്പോ നിന്നെ പുറത്തു കൊണ്ടുവന്നു. നിന്നെ നല്ല രൂപത്തിൽ സംവിധാനിച്ച റബ്ബ്. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് നിന്നെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. നിന്റെ കണ്ണിനെ കുറിച്ച് ചിന്തിക്ക്. നിന്നെ പോലെ കണ്ണുള്ള ഒരാളും കഴിഞ്ഞു പോയിട്ട് വരാനുമില്ല. നിന്റെ ചെവിയെ കുറിച്ച് ചിന്തിക്ക്. നിന്നെ പോലെ കാതുള്ള ഒരാളും കഴിഞ്ഞു പോയിട്ടില്ല, ജീവിക്കുന്നില്ല, ഇനി വരാനില്ല. നിന്റെ വിരൽ തുമ്പുകളെ കുറിച്ച് നീ ചിന്തിക്കടോ നിന്റെ വിരൽ തുമ്പുകളെ കുറിച്ച്. ഈ വിരൽ തുമ്പുള്ള ഒരാളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇപ്പോൾ ജീവിക്കുന്നില്ല, ഇനി വരാനില്ല. ഈ രൂപത്തിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ആയത്തുകൾ ഇറക്കിക്കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതം പഠിപ്പിച്ചപ്പോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളായ ആളുകൾ അവർ കടന്നു വരികയാണ്. ഞങ്ങളുടെ പരലോകത്തിലെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവർ വരികയാണ്. അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. തറവാടിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ കലഹിച്ചിരുന്നവർ, പരസ്പരം പോരാടിയിരുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കലാം ഇറക്കി തീർച്ചയായിട്ടും ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിക്കുന്നു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ ഖബീറുൻ അലീം ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങളെ ഗോത്രക്കാരാക്കിയത്, വ്യത്യസ്ത തറവാട്ടുകാരാക്കിയത് പരസ്പരം പോരാടല്ല. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ ഇന്ന ഗോത്രക്കാരനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് പരസ്പരം നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മാന്യനായി ആദരിക്കപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, ഇന്നക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ചവനാരോ അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ മാന്യനായ ആള്. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്ത് ഇറക്കി പതുക്കെ ചെയ്തു അവരെ സംസ്കരിച്ചെടുത്തു, ഈ ദീനിലേക്ക് കൊണ്ടുവന്നു, ഹിദായത്തിലേക്ക് കൊണ്ടുവന്നു. ബഹുദൈവ ആരാധനയിൽ നിന്ന് ഏകദൈവ ആരാധനയിലേക്ക് കൊണ്ടുവന്നു. ലോകത്തിന്റെ അത്യുന്നതിയിൽ കൊണ്ടുപോയി വെച്ചു. ഖൈറുന്നാസി ഖർനി തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ സമൂഹം എന്റെ കൂടെ ജീവിച്ച സഹാബത്താണ്. ഈ ദീൻ സ്വീകരിച്ചതിന് ശേഷം പിന്നീട് അവരുടെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ജാഹിലിയത്ത് വിശേഷിപ്പിച്ചല്ലോ. ജാഫർ റളിയല്ലാഹുവിന്റെ വാക്കുകൾ പറഞ്ഞല്ലോ. ഈ ഖുർആൻ വന്നു, റസൂലുള്ള വന്നു,
ഇസ്ലാം അവർ സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ക്രൂരമായ പീഡനത്തിനിരയായ കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായവരുടെ കൂട്ടത്തിലെ പ്രധാനിയാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് വിചാരിമാരുണ്ട്. ഒന്നാമത്തെ ഷഹീദ ഉമയ്യ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ചരിത്രം മാത്രം പറയാം. അത് മാത്രം നമ്മൾ കേട്ടാൽ എത്ര അവർ ദീനിനു വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ത്യാഗങ്ങൾക്ക് വിധേയമായി എന്ന് മനസ്സിലാക്കാൻ ആ ഒരു ചരിത്രം മാത്രം മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു മരത്തിനെ കയറ്റി കളയാൻ വേണ്ടിയുള്ള തൂക്കുമരത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നീ ഇരിക്കുന്ന സ്ഥാനത്തിൽ മക്കളെ കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് രക്ഷപ്പെടാൻ, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? നീ ഇരിക്കുന്ന ഈ സ്ഥാനത്തേക്ക് മുഹമ്മദിനെ കൊണ്ടുവാ, നിന്നെ പോകാൻ ഞങ്ങൾ അനുവദിക്കാമെന്ന് മക്കക്കാര് പറഞ്ഞപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വല്ലാഹി മാ ഉഹിബ്ബു അൻ അകൂന ഫീ അഹ്ലി വവലദി ആമിനാ വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുസീബുഹു ഷൗകാ. വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം. മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അന്നകൂന ഫീ അഹ്ലി വവലദി ആമിനാ, ഞാൻ എന്റെ കുടുംബത്തിന്റെ കൂടെ, ഞാൻ എന്റെ മക്കളുടെ കൂടെ, ഇണയുടെ കൂടെ, എന്റെ മാതാപിതാക്കളുടെ കൂടെ നിർഭയത്വത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടു കൂടി ഞാൻ കഴിച്ചു കൂട്ടുമ്പോ വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുസീബുഹു ഷൗകാ, എന്റെ ശരീരത്തെക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്ന ഹബീബിന്റെ ശരീരത്തിൽ, റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഒരു മുള്ള കറിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞ് മരണം സ്വീകരിച്ചു വാങ്ങിയ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിക്കാൻ പോയി. അദ്ദേഹം ഓടി വന്നു. വേഗം ഓടി വന്നിട്ട് മരണം ഏറ്റുവാങ്ങുകയാണ്. ആ തൂക്കുമരത്തിൽ കിടന്ന് അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ ഇന്നും ഇസ്ലാമിക ചരിത്രങ്ങളിൽ ശ്രദ്ധേയമാണ്. على أي شك كان لله مصرعي وذلك في ذات الإله وإن يشاء يبارك على أوصار شلب ممزع فلست أبالي حين أقتال مسلما. ഞാൻ ഇവിടെ കിടന്ന് കൊല്ലപ്പെടുമ്പോൾ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമ്പോൾ എനിക്കൊരു ആശങ്കയുമില്ല, എനിക്കൊരു പേടിയുമില്ല. ഞാൻ മുസ്ലിമായിട്ടാണല്ലോ മരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞു വീണ് ഞാൻ മരണപ്പെട്ടാലും എനിക്കൊരു പ്രയാസവുമില്ല. കാരണം ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണല്ലോ മരിക്കുന്നത്. എന്റെ ശരീരത്തെ ഒന്നൊന്നായി നിങ്ങൾ വെട്ടി നുറുക്കിയാലും എനിക്ക് യാതൊരു പേടിയുമില്ല. കാരണം നിങ്ങൾ വെട്ടി നുറുക്കിയ, കഷ്ടമാക്കിയ എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും എന്റെ റബ്ബ് ബർക്കത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിങ്ങൾ വെട്ടി നുറുക്കിയ ഓരോ ഭാഗത്തിനും അല്ലാഹു ബർക്കത്ത് തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് മരിക്കാൻ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു വാങ്ങിയ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ വരെ കൊടുക്കാൻ അവർ തയ്യാറായി. നമ്മളോ? നേരത്തെ പറഞ്ഞ പല ഋതുവുണ്ടാവും, നേരത്തെ പറഞ്ഞ ഖബറിന്റെ വിചാരണ എളുപ്പമുണ്ടാവും. ഇതിനൊക്കെ വേണ്ടി കൊടുത്തു അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലഘട്ടം, ഇത്രയും സമയത്ത് നമ്മൾ ഒരു നിമിഷം ഈ സത്യത്തിൽ പേടിയില്ല. കാരണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു മുസ്ലിമായിട്ടാണല്ലോ ഞാൻ മരിക്കുന്നത്, പൂർണ്ണമായും അല്ലാഹുവിനെ അനുസരിക്കുന്നവനായിട്ടാണല്ലോ ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞ് മരണം ഏറ്റുവാങ്ങിയ മഹാന്മാരായ ആളുകൾ. കുറെ ആളുകൾ മരിക്കുന്നില്ല, അവർ വീണ്ടും പീഡനങ്ങൾക്ക്, യാതനകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവർ റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് നബിയെ അല്ലാഹുവിന്റെ സഹായം ഞങ്ങൾക്ക് വരിക?
കുറെ കാലമായല്ലോ, 10-13 വർഷത്തോളം കാലമായല്ലോ ഈ കല്ലേറും കൂക്കുവിളികളും തെറിവിളികളും ആക്ഷേപങ്ങളും ഈ ഒറ്റപ്പെടുത്തലുകളും ഈ രൂപത്തിലുള്ള പ്രയാസ പീഡനങ്ങളുമായി 10-13 വർഷത്തോളം കാലമായല്ലോ. എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ മറുപടി, ക്ഷമിക്കടോ, സഹിക്കടോ, ഇന്ന നസറല്ലാഹി ഖരീബ്, ഇന്ന നസറല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെ വരും, നിങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സമാധാനിക്കുകയാണ്. സമിഅനാ വഅതഅനാ, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചു, ഞങ്ങൾ അത് കേൾക്കുകയാണ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ക്ഷമയോടുകൂടി കഴിച്ചുകൂട്ടിയ കാലഘട്ടം അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ പോകാൻ വേണ്ടി കൽപ്പിക്കുന്നു. സന്തോഷത്തിന്റെ വർത്തമാനം, സുദിനത്തിന്റെ ദിവസങ്ങൾ ഇതാ ഓരോരുത്തരായി കുടുംബമായി ഒറ്റക്കായിട്ടെല്ലാം അവർ ഹിജ്റ പോവുകയാണ്. യസ്രിബിലേക്ക്, ഇന്നത്തെ മദീനയിലേക്ക്, അന്നത്തെ യസ്രിബിലേക്ക് അവർ ഹിജ്റ പോവുകയാണ്. അത്ഭുതത്തോടുകൂടി അവർ ഹിജ്റ പോവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അഅറാബിയായ ഒരു മനുഷ്യനാണ്, റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ഇതാ ആ മനുഷ്യൻ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് മുസ്ലിമായിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, അതെ, താങ്കളുടെ കൂടെ ഹിജ്റ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് സമയമായിട്ടില്ല, ഹിജ്റ പോകാനുള്ള സമയമായിട്ടില്ല. സഹാബത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അഅറാബിയായ മനുഷ്യനാണ്, വല്ല കാര്യത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബത്ത് ആ മനുഷ്യനെ കൊണ്ട് ഹിജ്റ പോയി. അങ്ങനെ ഹിജ്റക്ക് പോയി കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ അഅറാബിയായ മനുഷ്യൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾ വിജയിച്ചു. അങ്ങനെ ഇതാ ഗനീമത്ത് സ്വത്തുണ്ടല്ലോ, യുദ്ധോപരി സ്വത്തുണ്ടല്ലോ, അതിങ്ങനെ വീതിക്കുമ്പോ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറഞ്ഞു, ആ അഅറാബിയായ മനുഷ്യന്റെ എവിടെയാണ്, ആ മനുഷ്യന്റെ വിഹിതം ആ മനുഷ്യനെ എത്തിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പരിശോധിക്കുന്ന കാണാനില്ല. യുദ്ധവാഹനങ്ങളുണ്ടല്ലോ, ഒട്ടകം, കുതിര, ഇതുപോലെയുള്ള മൃഗങ്ങളൊക്കെ മേക്കാൻ പോയേക്കാണ്. റസൂലുള്ളാഹി സ്വഹാബത്തിനെ പ്രത്യേകത ഏൽപ്പിച്ചു. ആ മനുഷ്യൻ വന്നാൽ അദ്ദേഹത്തിന്റെ ഓഹരി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് മാറ്റിവെച്ചിട്ട് ആ മനുഷ്യൻ ആടുമാരെല്ലാം മൃഗങ്ങളെയൊക്കെ മേച്ച് തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ ഓഹരി കൊടുക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെന്താ പൈസ കൊടുത്തത്, യുദ്ധോഹരി കൊടുത്തത്, ഇത് എന്താണ്? ഇത് യുദ്ധോഹരി സ്വത്താണ്, ഗനീമത്ത് സ്വത്താണ്, റസൂലുള്ളാഹി തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അത് വാങ്ങിയിട്ട് ആ അഅറാബിയായ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇത് എന്താണ് മുത്തുനബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇത് ഗനീമത്ത് സ്വത്ത്, എല്ലാവർക്കും വീതിച്ചു കൊടുത്തപ്പോൾ നിനക്കുള്ള വിഹിതം മാറ്റിവെച്ചതാണ് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ നിന്ന് ഇന്നും സത്യമാണ്. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചത്? ഇതിനു വേണ്ടിയാണോ ഞാൻ ഹിജ്റ വന്നത്? ഇതിനു വേണ്ടിയാണോ ഞാൻ യുദ്ധക്കളത്തിൽ പങ്കെടുത്തത്? എല്ലാ നബിയെ, ഇത് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ഒന്നും ചെയ്തത്. ഞാൻ ഈ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയതും ഹിജ്റ വന്നതും ഇസ്ലാം മതം സ്വീകരിച്ചതും തന്റെ ഹൽഖ കാണിച്ചിട്ട്, തന്റെ തൊണ്ടക്കുഴി കാണിച്ചിട്ട് ആ മനുഷ്യർ റസൂലുള്ളാഹിയോട് പറയുകയാണ്, ഈ തൊണ്ടക്കുഴിയിൽ വന്നിട്ട് അമ്പതറച്ച് ഷഹീദായി മരിച്ച് സ്വർഗീയ പക്ഷികൾ എന്നെ വാങ്ങിക്കൊണ്ടുപോയിട്ട് സ്വർഗീയ ലോകം കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട് നബിയേ. അതിനു വേണ്ടിയാണ്, അതല്ലാതെ വേറൊരു ആഗ്രഹവും എനിക്കില്ല നബിയേ, വേറെ ലക്ഷ്യമൊന്നും എനിക്കില്ല. എന്റെ ഈ തൊണ്ടക്കുഴിയിലേക്ക് വന്ന് അമ്പതറച്ച് ഷഹീദായി മരിച്ച് അല്ലാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കണമെന്നല്ലാതെ ലക്ഷ്യം വേറെ എനിക്കില്ല നബിയേ എന്ന് പറഞ്ഞ മനുഷ്യൻ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ ചാരത്തിൽ നിന്ന് മടങ്ങിപ്പോയ അഅറാബിയായ മനുഷ്യൻ അടുത്ത യുദ്ധം വന്നു. ആ യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം കഴിഞ്ഞപ്പോ സഹാബത്ത് ഇതാ ഒരു മനുഷ്യരെയും പിടിച്ച് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. നോക്കുമ്പോ ആ അഅറാബിയായ മനുഷ്യനാണ്. ആ മനുഷ്യൻ പറഞ്ഞതുപോലെ, ആ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ തന്റെ ഹൽഖയിൽ, തന്റെ തൊണ്ടക്കുഴിയിൽ അമ്പതറച്ച് മരണപ്പെട്ട് ഷഹീദായ അവസ്ഥയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ആ മയ്യത്ത് കൊണ്ടുപോയി വെച്ചപ്പോ തന്റെ ജുബ്ബ ഊരിയിട്ട് കഫൻ ചെയ്തിട്ട്, തന്റെ സ്വന്തം ജുബ്ബ ഊരിയിട്ട് കഫൻ ചെയ്തിട്ട് മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹ്
മനുഷ്യൻ ഷഹീദായതിന് ഞാൻ സാക്ഷിയാണ് അല്ലാഹ്. ഈ മനുഷ്യൻ ഷഹീദായതിന് ഞാൻ സാക്ഷിയാണ് അല്ലാഹ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നു. ഇതാണ് സഹാബത്ത്. അവർക്ക് ജീവിക്കാൻ, അവർക്ക് മരിക്കാൻ അവർക്ക് പേടിയില്ലായിരുന്നു. യുദ്ധം അവർക്ക് പേടിയില്ലായിരുന്നു. ഹിജ്റ പോകാൻ താല്പര്യമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചു. കുടുംബം, അതുപോലെ തന്നെ സമ്പത്ത് എല്ലാം മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന സമയത്ത് മക്കക്കാര് തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്നു, സുഹൈബേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നീ എങ്ങോട്ടാ? നീ മക്കക്കാരനല്ല. നീ മക്കയിലേക്ക് വന്ന് ബിസിനസ് ചെയ്തിട്ട് ഞങ്ങളുടെ സമ്പത്ത് മുഴുവൻ നീ കൈക്കലാക്കിയിട്ട് ഞങ്ങളുടെ സമ്പത്തുമായിട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ആ സമ്പത്ത് മുഴുവൻ, കോടികൾ മുഴുവൻ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഹിജ്റ പോയ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു അവർ ഇതാ ഹിജ്റ പോകാൻ തയ്യാറായി. എല്ലാ വേദനയും ത്യജിക്കാൻ തയ്യാറായ ഒരു ശബ്ദമായിരുന്നു. ഹിജ്റ പോകാൻ അല്ലാഹു കൽപ്പിച്ചപ്പോ എല്ലാം ഉപേക്ഷിച്ച് സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ, കേട്ടു അല്ലാഹ്, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് അല്ലാഹ് എന്ന് പറഞ്ഞ് ഹിജ്റ പോയി. അവർ യസീദിലെത്തി. അവിടെ കുറച്ചിങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മറക്കരുത്, അവർ വന്ന വഴികളെ നമ്മൾ മറക്കരുത്. ജാഹിലിയ്യത്തിൽ നിന്ന് ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് 10-13 വർഷത്തോളം കാലം ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായതിനു ശേഷമാണ് അവർ മുസ്ലിമിൽ നിന്ന് മദീനയിലേക്ക് അവരെത്തുന്നത്. അങ്ങനെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എത്തിയ ആ സമൂഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഖുർആൻ ഇറങ്ങിയ മാസം റമദാൻ. ഹിജ്റ വന്നവരോട്, ഈ രൂപത്തിൽ വേദനകൾ സഹിച്ചവരോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറങ്ങിയ മാസം ഫമൻ ശഹീദ മിൻകും അശ്ശഹറ ഫൽയസും, ഈ റമദാനിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുകയെങ്കിൽ അവൻ നോമ്പെടുക്കട്ടെ. നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. സമിഅനാ വഅതഅനാ, സമിഅനാ വഅതഅനാ. അവർ നോമ്പെടുക്കാൻ തയ്യാറാവുകയാണ്. അവർ അല്ലാഹുവോട് ചോദിച്ചില്ല, അടുത്ത വർഷം പോരെ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, പ്രയാസങ്ങൾ നിറഞ്ഞ വർഷങ്ങളായിരുന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് അല്ലാഹ്, അതുകൊണ്ട് കുറേൽപ്പം ആശ്വാസം ഞങ്ങൾക്ക് കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ, സന്തോഷം ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊന്നും അവർ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചപ്പോൾ സമിഅനാ വഅതഅനാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ നിയമങ്ങൾ മുഴുവൻ പാലിച്ച് അറഫ ഹുദൂദ വതഹഫ്ഫദ മാ യംബഗി ലഹു അൻ യതഹഫ്ഫദ, അത്താഴം കഴിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത്താഴം കഴിച്ചുകൊണ്ട് അത് ബറക്കത്താണ്. തസഹറൂ ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴം നിങ്ങൾ ഒഴിവാക്കരുത്. ഒരു വെള്ളം കുടിച്ചിട്ടോ, അതല്ലെങ്കിൽ ഒരു ഓട്ട് കുടിച്ചിട്ടോ, അതല്ലെങ്കിൽ ഒരു കഞ്ഞി കുടിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു 3 ചാരക്ക കഴിച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ ബറക്കത്ത് നമ്മൾ നേടിയെടുക്കണം. അവർ അത്താഴം കഴിക്കാൻ താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ നോക്കവർ ആരംഭിച്ചാൽ എല്ലാ പർവ്വവും അവർ ചെയ്യുമായിരുന്നു, എല്ലാ സുഖത്തുകളും അവർ നിർവഹിക്കുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ ഓതുന്ന വിഷയത്തിൽ വളരെയധികം താല്പര്യം അവർ കാണിക്കുമായിരുന്നു. 2, 3, 4 തവണകളിലൊക്കെ ആവർത്തിച്ച് ഓതി പൂർത്തിയാക്കാൻ അവർ പരിശ്രമിക്കുമായിരുന്നു. എല്ലാ ജോലികളും അവർ അവസാനിപ്പിച്ച് ഖുർആനിന്റെ മാസത്തിൽ ഖുർആനിന് വേണ്ടി മാത്രം ഈ റമദാനിനെ അവർ മാറ്റിവെക്കുമായിരുന്നു. നോമ്പ് മുറിക്കാനുള്ള സമയമായാൽ അവർ ഒട്ടും വൈകിപ്പിക്കുകയില്ല. ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ റസൂലുള്ളാഹിന്റെ നിയമം പാലിച്ചുകൊണ്ട് സമയമായാൽ അവർ നോമ്പ് തുറന്ന് ഈ രൂപത്തിൽ നമ്മുടെ റമദാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ ഏതെല്ലാം ആരാധനാ കർമ്മങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി നിർവഹിച്ച് സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് അനാവശ്യമായ സംസാരങ്ങളില്ല, പ്രവർത്തനങ്ങളില്ല, ഇടപാടുകളില്ല. കാരണം റസൂൽ പഠിപ്പിച്ചു, മല്ലം യദൽ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തഅമഹു വശറാബ. ഭക്ഷണം ഒഴിവാക്കുന്നു, വെള്ളം ഒഴിവാക്കുന്നു, വയറിന് മാത്രം നോമ്പ്, കണ്ണിന് നോമ്പില്ല, കാതിന് നോമ്പില്ല, നാവിന് നോമ്പില്ല, മറ്റുള്ള അവയവങ്ങൾക്ക് നോമ്പില്ല. നീ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഒഴിവാക്കണമെന്ന് അല്ലാഹു ആവശ്യമില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം
എല്ലാ നിയമങ്ങളും പാലിച്ച് സഹാബത്ത് നോമ്പെടുക്കാൻ തയ്യാറായി. എന്തിനാണ് ഈ നോമ്പ്? ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്. ഞാൻ അതിന്റെ ആഴത്തിലേക്കുള്ള വിശദീകരണം ആ ചരിത്രത്തിൽ നമുക്ക് കിട്ടും എന്താണ് തഖ്വ. തഖ്വ ആൾക്കാരി പെണ്ണിന്റെ മകള് ആ ഉമ്മ കൽപ്പിക്കാണ്, മോളെ കുറച്ച് പാലിൽ വന്ന് ഒതുക്കി, രാത്രിയാണ് സമയം, പ്രഭാതത്തോട് അടുക്കാറായിട്ട് മോളെ ആദ്യം കുറച്ച് വെള്ളമൊഴിച്ച് ഇക്കാപത്തെട്ട് പാലുണ്ട്, കുറച്ചും കൂടെ ചോദിച്ചു പാലൊന്ന് കൂടിക്കഴിഞ്ഞാൽ മോളെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാലോ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടമാണ്. അദ്ദേഹം ഇരുട്ടത്ത് അരമറിയാതെ രാത്രിയിൽ അദ്ദേഹം നാടിന്റെ അവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട സമയമാണ്. അദ്ദേഹം ഓരോ വീടുകളിലും വന്നിട്ട് അന്വേഷിക്കുകയാണ്, അവസ്ഥകൾ അറിയുകയാണ്. അങ്ങനെ പരിശോധിച്ച് പോയപ്പോ ഈ പാൽക്കാരി പെണ്ണിന്റെ വീട് കുടിലിന്റെ ചെറിയ കുടിലിന്റെ ആ ചാരത്ത് പിന്നെ ഭാഗത്തെത്തിയപ്പോ അതിന്റെ ചാരത്തെത്തിയപ്പോ വടിതാ സംസാരം നടക്കുകയാണ്. മോളെ പാലിൽ വെള്ളം കുടിക്കി. മോള് പറഞ്ഞു, ഉമ്മ പറഞ്ഞാൻ അറിഞ്ഞ പ്രശ്നമാണ്, അവർ അറിഞ്ഞാൽ നമ്മൾ വെറുതെ വിടൂല. അമ്മ പറഞ്ഞു, മോളെ ഈ നട്ടപ്പാതരക്ക് ആര് കാണാനാ, ഒരു ഉമറിന്റെ പട്ടാളക്ക് ഉറങ്ങാൻ ആരും കാണാനില്ല. ആ സമയത്ത് മോള് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഉമർ കാണുന്നില്ല എങ്കിലും ഉമറിന്റെ പട്ടാളം അറിയുന്നില്ല എങ്കിലും നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ് കാണുമല്ലോ ഉമ്മ. إنها إن تكن مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله. ഏത് പാറക്കുള്ളിൽ പോയി നീ എന്ത് പ്രവർത്തിച്ചാലും ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചാലും അല്ലാഹ് കാണും മോനെ. ആനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ ഉപദേശം. ആ മകള് പറയാണ്, അല്ലാഹ് കാണല്ലോ, അല്ലാഹു കാണുമല്ലോ ഉമ്മ, അല്ലാഹു അറിയുമല്ലോ ഉമ്മ, അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല ഉമ്മ. ആ കുട്ടിയിൽ നിന്നും മാറുന്ന ആ പെണ്ണിന്റെ ആ മകളുടെ ആ പാൽക്കാരി പെണ്ണിന്റെ കുട്ടിയുടെ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാതായ പോയ തഖ്വ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല ഈ തഖ്വ. സ്വന്തം സഹപാഠികളെ കൊണ്ടുപോയി ക്രൂരമായി തല്ലിക്കൊള്ളുന്ന നമ്മുടെ മക്കളുള്ള ലോകമാണ് ഇന്നത്തെ ലോകം. അതുപോലെ തന്നെ രാത്രിയുടെ ഇരുട്ടിൽ തന്റെ കൂട്ടുകാരോടൊപ്പം പോയിട്ട് കഞ്ചാവ് വലിച്ചു വന്നിട്ട് അതുപോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു വന്നിട്ട് രാത്രിയുടെ പാതിരാത്രികളിൽ അന്ത്യായാമങ്ങളിൽ രാത്രിയിൽ ഇതാ ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് എന്റെ മോനെ നീ നന്നാക്കി എന്ന് പറയുന്ന ഉമ്മയോട്, എന്റെ കുട്ടിയെ നീ നന്നാക്കി നന്മയുള്ളവനാക്കി എന്ന് പറയുന്ന വാപ്പയോട് ശകാരത്തിൽ പ്രാർത്ഥിക്കുന്ന, ശകാരത്തിൽ സംസാരിക്കുന്ന മക്കളുള്ള ലോകമായിട്ട് നമ്മുടെ ലോകം മാറുമ്പോ ആ മക്കളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ തഖ്വ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ജീവിത രീതികളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ തഖ്വ. ഉമ്മ, ഈ തെറ്റെനിക്ക് ചെയ്യാൻ കഴിയില്ല ഉമ്മ, ആര് കാണുന്നില്ല എങ്കിലും അല്ലാഹു കാണുമല്ലോ ഉമ്മ, അതുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും മാറി നിന്ന പാൽക്കാരി പെണ്ണിന്റെ മകള് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ സെലക്ട് ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞോ ആ മകളെ സെലക്ട് ചെയ്യുകയാണ്. തന്റെ മകനെ തന്റെ കുട്ടികളിൽ ആദ്യം വന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇളയായിട്ട് ആ പാൽക്കാരി പെണ്ണിന്റെ മകളെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ഈ നാടിന്റെ പ്രധാന തന്റെ പുത്രന് വേണ്ടി തന്റെ കുട്ടിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുന്നത് കടക്കാൻ പോലും തരില്ലാത്ത ചെറിയ കൂരയിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെയാണോ എന്ന് നമ്മൾ അന്ന് ചോദിക്കും. പക്ഷെ മഹാനായ അമീറുൽ മുഅ്മിനീൻ അങ്ങനെയല്ല. റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ് ജീവിതത്തിൽ പകർത്തിയത്. മുത്തുനബിയുടെ അധ്യാപനമാണ് ജീവിതത്തിൽ പകർത്തിയത്. എന്താണ് റസൂലുള്ളാഹിന്റെ അധ്യാപനം? നിങ്ങൾ വിവാഹം കഴിപ്പിക്കുമ്പോൾ
ദീനിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ തഖ്വയുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ള സൂക്ഷ്മതയുള്ള ബോധമുള്ള റബ്ബിനെ അനുസരിക്കുന്ന ഒരാളെ തന്റെ കുട്ടിക്ക് വേണ്ടി തന്റെ ജീവിതത്തിൽ ഇണയായി സ്വീകരിക്കണേ എന്ന റസൂലുള്ളാഹിന്റെ അധ്യാപനമാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പകർത്തിയത്. ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം, ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ വിഭവം മർഅത്തുൻ സാലിഹാ, സാലിഹത്തായ ഒരു പെണ്ണാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടായാൽ ആ കുടുംബത്തിൽ ഒരിക്കലും സമാധാനം നഷ്ടപ്പെടുകയില്ല. അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ കലഹങ്ങളില്ല, ആ വീട്ടിൽ കലാപങ്ങളില്ല. ആ പെണ്ണിനറിയാം തന്റെ ഭാര്യ തന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ആ പെണ്ണിനറിയാം തന്റെ കുട്ടികളെ എങ്ങനെ വളർത്തണം, ആ പെണ്ണിനറിയാം തന്റെ വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറണം. ആ പെണ്ണിനെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം മർഅത്തുൻ സാലിഹാ, സാലിഹത്തായ പെണ്ണാണ് എന്ന് മഹാനായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അധ്യാപനമാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ പകർത്തിയത് എന്ന് കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതാണ് തഖ്വ. മരണം വരെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നോമ്പിനെ നിങ്ങൾക്ക് നാം നിർബന്ധമാക്കി തന്നത്. തഖ്വ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നോമ്പിനേക്കാൾ പ്രധാനമുള്ള മറ്റുള്ള കർമ്മങ്ങൾ വേറെയില്ല. പറഞ്ഞു മക്കൾക്ക് വിവാഹം പ്രായമായാൽ മക്കളെ വിവാഹം കഴിക്കണം, അവർ വിവാഹം കഴിക്കണം. പിന്നെ അവര് പിന്നെ ബാങ്കിലാണ്, ടെസ്റ്റിലാണ്, ബോംബെയിലാണ്, അവിടെയാണ്, ഇവിടെയാണ്, കൊച്ചിയിലാണ്, ഇങ്ങനെ ഓരോ സ്ഥലം അത് പഠിക്കുന്നോണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ ഭൂരിഭാഗവും എല്ലാവരും പറയുന്നില്ല, എല്ലാ മക്കളെയും കുറിച്ച് പറയുന്നില്ല, എന്നാൽ ഭൂരിഭാഗം കുട്ടികളും കയറി ഇറങ്ങാത്ത കഥകളില്ല, കയറി ഇറങ്ങാത്ത ലോഡ്സുകളില്ല. നമ്മൾ അറിയില്ല, നമ്മൾ 10,000 ലക്ഷങ്ങളിൽ. അപ്പോ നമ്മൾ പഠിപ്പിക്കേണ്ടേ? പഠിപ്പിച്ച കുഴപ്പമില്ല. പ്രായമായ മക്കളെ വിവാഹം കഴിപ്പിച്ചത് അധ്യാപനമാണ്. അപ്പൊ അവർക്കൊരു ബോധം ഉണ്ടാവും. എവിടെ പോയാലും ഭർത്താവ് മക്കളുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ, ആ ബോധത്തിലുണ്ടാവുമ്പോൾ ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ മാറി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് പ്രായമായാൽ വിവാഹം കഴിക്കണം, കഴിപ്പിക്കണം. അതിനുള്ള സാഹചര്യം നിങ്ങൾക്കില്ല എങ്കിൽ, അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഒത്തിണങ്ങി വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിവാഹം, ഒരു ഇണ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ തഖ്വ ഉണ്ടാക്കി തരുമെങ്കിൽ അതേ ധർമ്മമാണ് നോമ്പുള്ളവനെ സംബന്ധിച്ചിടത്തോളം. തിന്മകൾ അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സ് പറയും ഇന്നീ സായിം, ഇന്നീ സായിം, ഇന്നീ സായിം. ഇതിനിക്ക് ചെയ്യാൻ പാടില്ല, ഇതിനിക്ക് പറയാൻ പാടില്ല, ഇതിലേക്ക് ഞാൻ പോകാൻ പാടില്ല. അങ്ങനെ അവൻ തിന്മകളിൽ നിന്ന് ആ നോമ്പ് അവനെ സംരക്ഷിക്കും. അതുകൊണ്ട് ഹിജ്റ വന്ന വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയുള്ള മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കി. അത് നോമ്പെടുത്തു. കൃത്യമായ നിയമങ്ങളൊക്കെ പാലിച്ചവർ നോമ്പെടുത്തു. അതിന് തയ്യാറായപ്പോൾ ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആല വീണ്ടും അവരെ വിളിക്കുന്നു. മുഅ്മിനീങ്ങളായ ആളുകളെ വീണ്ടും അല്ലാഹു അവരെ വിളിച്ചിട്ട് അവരോട് പറയുന്നു കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞ അതേ സ്വരത്തിൽ കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞ അതേ നാണയത്തിൽ കുതിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും. എനിക്കറിയാം നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന്, എനിക്കറിയാം നിങ്ങൾക്ക് വെറുപ്പുണ്ടാകുമെന്ന്, പക്ഷേ എല്ലാത്തിലും ഒരു ഖൈറുണ്ട്. അതുകൊണ്ട് യുദ്ധം നിങ്ങൾക്ക് നാം നിർബന്ധമാക്കിയിരിക്കുന്നു.
الصيام كتب عليكم القتال كتب عليكم الصيام كتب عليكم القتال യുദ്ധം ചെയ്യാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. എപ്പോ ഈ മാസത്തിൽ ശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്ന സമയത്ത്, പട്ടിണി കിടക്കുന്ന സമയത്ത്, ആ പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്ന സമയത്ത്, മക്കളപ്പാട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിക്കുമ്പോ ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സഹാബത്ത് ആലോചിക്കണം. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായ ആളുകളാണവർ. നമ്മൾ എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ നോമ്പെടുത്തു. യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സഹാബത്ത്, ഈ സഹാബത്തിന്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സഹാബത്തിന്റെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലൂ ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് മതാ നസ്റുല്ലാഹ് ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ ഹബീബേ, എപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം വരിക? എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരിക എന്ന് ചോദിക്കുമാർ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച സഹാബത്ത്, വേദനകൾ അനുഭവിച്ച സഹാബത്ത്, ആ മുൻഗാമികളായ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ടതുപോലെ, പ്രയാസങ്ങളെ തരണം ചെയ്തതുപോലെ, ക്ഷമിച്ചതുപോലെ നീ നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നേറാൻ തയ്യാറാകാതെ വെറുതെ പരലോകത്ത് വന്നാൽ, തന്നിഷ്ടങ്ങൾ പ്രവർത്തിച്ച് പരലോകത്ത് വന്നാൽ, ത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ദുനിയാവിൽ ജീവിച്ചിട്ട് നീ പരലോകത്ത് വന്നാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും നീ അത് കൊടുക്കണ്ടോ, ഒരിക്കലും നീ അത് ആഗ്രഹിക്കണ്ടോ, ഒരിക്കലും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഇല്ല. നമ്മളെല്ലാം ആകർഷിക്കട്ടെ. മുതൽ തുടങ്ങിയപ്പോ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാൽ മതി. പാപിയായിട്ട് നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല. പാപിയായിട്ട് നമ്മൾ നോമ്പെടുത്താൽ നോമ്പിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. ഇന്ന് മുതൽ രാത്രിയുടെ അന്ത്യായാമങ്ങളിൽ പാതിരാക്കി നമ്മൾ എഴുന്നേറ്റിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മുടെ റബ്ബിനോട് പറയണം, റബ്ബേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ എന്റെ മാതാപിതാക്കൾ അറിയാത്തത്, എന്റെ ഇണയറിയാത്തത്, എന്റെ മക്കൾ അറിയാത്തത്, എന്റെ കുടുംബം അറിയാത്തത്, ആരാരും അറിയാത്തത്, ഞാനും നീയും മാത്രം അറിയുന്ന ഒരുപാട് റമദാനാണ് വരുന്നത്. റമദാനിന്റെ മുന്നോടിയായി സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളെ തള്ളിക്കളയുകയില്ല. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഭാഗ്യം നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ. അല്ലാഹ്, ഇഷ്ടപ്പെട്ട അടിമയായി ജീവിച്ച് നാളെ മരത്തിൽ മൗത്ത് ഞങ്ങളുടെ ചാലത്ത് വന്നിരുന്നത് അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിരിക്കുന്നു എന്ന ആ സംബോധനം കേട്ടുകൊണ്ട് സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ. റഹ്മാനേ, മുഅ്മിനാക്കി നീ മരിപ്പിക്കണേ അല്ലാഹ്. മുത്തഖിയായി നീ മരിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ. റഹ്മാനേ, റമദാനിലൂടെ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നോമ്പുകാരിൽ എവിടെയാണ് എന്ന് പറയുമ്പോ ആ നോമ്പുകാരുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
റയ്യാൻ എന്ന കവാടത്തിലൂടെ നോമ്പുകാർ കടന്നു പോകുമ്പോ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പോകാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ അല്ലാ. ഒരു ദിവസം നിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പെടുത്താൽ 70 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്നവൻ അകറ്റുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നോമ്പെടുത്ത് നരകത്തിൽ മോചനം കിട്ടാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ അല്ലാ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ, ഉമ്മാന്റെ കുടുംബക്കാര്, വാപ്പാന്റെ കുടുംബക്കാര്, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ മക്കള്, അല്ലാ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബക്കാര് എല്ലാവർക്കും കൊടുക്കണേ അല്ലാ. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞവരുടെ എല്ലാ നല്ല മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അനുഗ്രഹം ചൊരിയണേ അല്ലാ. നാളെ നീ നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർ, വാപ്പമാർ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഇഷ്ഹത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ വിശാലമാക്കി കൊടുക്ക് അല്ലാ. കബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. കൺകുളിർമ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് വേദനയിൽ അവസ്ഥ ഉണ്ടാക്കല്ല അല്ലാ. ദുനിയാവിലും പരലോകത്തിലും നീ വിജയം നൽകണേ അല്ലാ. മക്കളെ കൊണ്ട് നീ സമാധാനം നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഇരുലോക ജീവിതത്തിലും വിജയം നൽകണേ അല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചരിത്രത്തിൽ ലോകത്തോട് വിട പറഞ്ഞാൽ തൗഫീഖ് നൽകണേ അല്ലാ. ആരോടും വെറുപ്പില്ലാതെ, വകയില്ലാതെ, വിദ്വേഷമില്ലാതെ ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ റഹ്മാൻ. കടക്കാരാണ് ഞങ്ങൾ, ഞങ്ങളുടെ കടങ്ങളെല്ലാം ബാധ്യതകളില്ലാതെ മരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ഒരു കുടുംബമായി നീ ഞങ്ങളെ ഒരുമിപ്പിച്ചതുപോലെ നാളെ നിന്റെ സ്വർഗത്തിൽ കഴിയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നാളെ നമ്മുടെ കുടുംബക്കാരെ സ്വർഗത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകി നീ ഞങ്ങളെ എല്ലാം അനുഗ്രഹിക്കണേ അല്ലാ. ربنا تقبل منا من دعائنا وصيامنا وقيامنا وصلاتنا وكل من أعمال صالحاتنا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر عباد المسلمين في فلسطين. اللهم انصر عباد المسلمين في كل مكان. اللهم انصرهم، اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم شهدائهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين. والحمد لله رب العالمين.